എന്നിട്ട് വിശേഷങ്ങളൊക്കെ? ഇലക്ഷനാണ് വിശേഷം ആണോ? എങ്ങനെ പോകുന്നു മത്സരമൊക്കെ? നല്ല ടൈറ്റായിട്ട് തന്നെ പോകുന്നു. ആറ്റെങ്കിൽ ആർക്കാണ് ഇപ്പോഴത്തെ ഒരു സാധ്യത, മുൻതൂക്കം? മുൻതൂക്കം ജോയിക്ക് തന്നെ. എന്താ ജോയി അണ്ണൻ ഒരു മുൻതൂക്കം? ജോയിക്ക് ഇതുവരെ ഇലക്ഷനിൽ തോറ്റ ഒരു വ്യക്തിയല്ല, ചരിത്രം ഇല്ല അങ്ങനെ. ചരിത്രമില്ല. ആ വ്യക്തിത്വത്തിന് തന്നെ നല്ലൊരു ശതമാനം വോട്ട് വരും, വ്യക്തിത്വത്തിന് മാത്രം. പിന്നെ പാർട്ടിയുടെ വോട്ട്. ഇവിടെ ത്രികോണ മത്സരം നടക്കുന്നുണ്ടോ ആറ്റിങ്ങിൽ? ത്രികോണം എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ മേൽക്കൈ ജോയിക്ക് തന്നെ, ഇടതുപക്ഷത്തിന്. മൂന്നുപേരും ശക്തരായ സ്ഥാനാർത്ഥികളാണല്ലോ, ഈ ജോയി, അടൂർ പ്രകാശ്, വി മുരളീധരൻ. അവരെല്ലാം വരുത്തരും കൂടെയാണ്, രണ്ടുപേരും വരുത്തരാണ്. നമ്മളെ കാര്യങ്ങൾ പറയണമെങ്കിൽ ജോയിയുടെ അടുത്ത് പോയി പറഞ്ഞല്ലേ. അതിപ്പോ അവർക്ക് മനസ്സിലായി. ഇപ്പൊ കേരളം മാത്രമേ അവർക്കുള്ളൂ. കേരള കോൺഗ്രസ് പോലെ ആയി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള കോൺഗ്രസിന്റെ ചിട്ടയിലായി. അവർക്ക് വേറെ ഒരു സ്ഥിര മണ്ഡലം ഇല്ലാതെ. എങ്ങനെയാണ് ആറ്റിങ്ങിലെ ഒരു അവസ്ഥ? ആറ്റിങ്ങില് നല്ല കടുത്ത മത്സരമാണ്, നല്ല ചൂടുണ്ട്. എന്നാലും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ സജീവമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, UDFന് ഒരു നിലപാടില്ല, പ്രത്യേകിച്ച് കോൺഗ്രസിന് നിലപാടില്ല എന്നുള്ളതാണ്. ഈ BJP കേരളത്തിൽ വാഗ്ദാനം ചെയ്യുന്ന കുറെ കേന്ദ്രമന്ത്രിമാരിൽ ഒരാൾ മത്സരിക്കുന്ന മണ്ഡലമാണിത്. തീർച്ചയായിട്ടും ആ കേന്ദ്രമന്ത്രി നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. കാര്യം ഒന്നും ചെയ്തിട്ടില്ല. ചേട്ടൻ എന്താണ്, ഡ്രൈവറാണെന്ന് തോന്നല്ലോ? ഏതാ വണ്ടി? ഓട്ടോ ഒക്കെ ഉണ്ടോ? അത്യാവശ്യം പോകുന്നുണ്ട്. ഈ പെട്രോളിന്റെ വിലയൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊരു ശീലമായല്ലേ? അതെ അതെ. എന്താണ്